നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സെപ്റ്റംബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിനെ കോച്ച് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചു. ഈ ടീമിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നെയ്മർ ജൂനിയർ സ്ക്വാഡിലില്ല. അദ്ദേഹം മടങ്ങിയെത്തിയേക്കുമെന്നുള്ള സൂചനകളും വാർത്തകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് പരിക്കിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്തകൾ കൂടി നമ്മൾ പിന്നീട് കേൾക്കുകയുണ്ടായി. എന്തായാലും അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് കോച്ച് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, റയൽ മാഡ്രിഡിൻ്റെ ഒരു താരത്തെയും സ്ക്വാഡിലേക്ക് വിളിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നോക്കാം നമുക്ക് ബ്രസീലിൻ്റെ സ്ക്വാഡിൽ ആരൊക്കെയുണ്ട് എന്ന്. ഗോൾ കീപ്പർമാരായിട്ട് സ്ക്വാഡിലേക്ക് വിളിച്ചിരിക്കുന്നത് ആലിസൺ, ബെൻഡോ, ഹ്യൂഗോ സൗസ എന്നിവരെയാണ്. ഡിഫൻഡർമാരായിട്ട് അലക്സാൻഡ്രോ, കായോ ഹെൻറിക്കെ, ഫെബ്രിസിയോ ബ്രൂണോ, വാൻഡേഴ്സൺ, ഗബ്രിയൽ മെഗല്ലസ്, മാർക്കിഞ്ഞോസ്, അലക്സാൻഡ്രോ റിബൈറോ, ഡഗ്ലസ് സാൻഡോസ്, വെസ്ലി എന്നിവരെയാണിപ്പോൾ സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നത്. അതേസമയം മധ്യനിരയിലേക്ക് ബ്രൂണോ ഗുയിമേറസ്, ആൻഡ്രി സാൻഡോസ്, കാസെമിറോ, ജോയലിൻറ്റൺ, ലൂക്കാസ് പക്കേറ്റ എന്നിവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുന്നേറ്റ നിരയിൽ എസ്റ്റവായോ വില്യൻ, കായോ ഹോർഗെ, മാത്യൂസ് കുഞ്ഞ, റാഫീഞ്ഞ, റിച്ചാലീസൺ, ജാവോ പെഡ്രോ, ലൂയിസ് എൻറിക്കെ, ഗബ്രിയൽ മാർട്ടിനെല്ലി. ഇതാണിപ്പോൾ കോച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ്. തീർച്ചയായിട്ടും ഈ സ്ക്വാഡിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കാണുന്നു. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓൾറെഡി വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്ത ടീമാണ്. അതുകൊണ്ട് മറ്റു താരങ്ങൾക്ക് കുറച്ച് അവസരം കൊടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കോച്ച് ഇതിനെ കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് കൂടിയാണ് റയലിൽ നിന്നുള്ള താരങ്ങളെയൊന്നും വിളിക്കാതിരുന്നത്. ബ്രസീലിൻ്റെ ആദ്യ മത്സരം സെപ്റ്റംബർ 5 പുലർച്ചെ 6 മണിക്ക് ചിലിയുമായിട്ടാണെങ്കിൽ, രണ്ടാം മത്സരം സെപ്റ്റംബർ 10 പുലർച്ചെ 5 മണിക്ക് ബൊളീവിയയുമായിട്ടാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.